ഹരേ കൃഷ്ണ. നമ്മൾ ഇന്നലെ പറഞ്ഞ കഥ, അവസാനം പറഞ്ഞ കഥ എന്ന് പറയുന്നത് ആ ധ്രുവചരിതം, ഭാഗവത കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ധ്രുവൻ്റെ ചരിതമാണ് പറഞ്ഞത്. ആ ധ്രുവചരിതത്തിലെ കഥയാണ് പറഞ്ഞത്. അപ്പോൾ ധ്രുവൻ്റെ കഥയ്ക്ക് ശേഷം പിന്നീട് പ്രാധാന്യമായിട്ട് ഇതിൽ നമ്മുടെ ഭാഗവതത്തിൽ വരുന്ന കഥ വേനൻ്റെ കഥയും പൃഥുവിൻ്റെ കഥയുമാണ്. പൃഥു എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാരതഖണ്ഡത്തെ ഭരിച്ചിരുന്നായിട്ടുള്ള രാജാവാണ്. അദ്ദേഹം നല്ല ധർമ്മിഷ്ഠനായി ഈ ഭൂമിയെ ഭരിച്ചതുകൊണ്ടായി ഭൂമിക്ക് പൃഥ്വി എന്നുള്ള നാമം കിട്ടി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആരാണ് ഈ പൃഥു, ആരാണ് വേനൻ എന്നൊക്കെ നോക്കാം. ധ്രുവൻ്റെ കാലശേഷം ധ്രുവൻ്റെ മകനായിട്ടുള്ള ഉൽക്കലനായിരുന്നു രാജ്യം ഭരിക്കേണ്ടത്. പക്ഷേ ഉൽക്കലന് സദാസമയം ഭഗവത് നാമത്തേക്ക് വിചാരിച്ച് ഇങ്ങനെ ഒരു ഉന്മാദിയെ പോലെ ഇങ്ങനെ ചപ്രത്തലയനൊക്കെ ആയിട്ട് അത് യാതൊരു ഇതും ഇല്ലാണ്ട് ഇങ്ങനെ ഭഗവാന്റെ നാമം മാത്രം വിചാരിച്ച് ഇങ്ങനെ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ നടക്കുന്നൊരു സ്വഭാവമായിരുന്നു. അങ്ങനെ രാജ്യകാര്യങ്ങളിലൊന്നും അദ്ദേഹത്തിന് ശേഷം ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മന്ത്രിമാരും ബന്ധുക്കളൊക്കെ കൂടെ വിചാരിച്ചോ ഇവനൊരു കൊള്ളരുതാത്തവനാണ്, ഇവനെ കൊണ്ട് ഒന്നും നടക്കുകയല്ല, ഈ രാജ്യത്തിന് ഒരു ഗുണം ഉണ്ടാവുകയില്ല എന്ന് വിചാരിച്ച് ഉൽക്കലൻ്റെ സഹോദരനായിട്ടുള്ള വത്സരനെ രാജ്യഭാരം ഏൽപ്പിക്കാമെന്ന് വിചാരിച്ച് വത്സരനെ രാജ്യഭാരം ഏൽപ്പിച്ചു. വത്സരൻ്റെ പൗത്രനായിരുന്ന സർവ്വ തേജസ്സിനും ആകൂതിക്കുമായിട്ട് ഒരു മകനുണ്ടായി. ആ മകനാണ് ചാക്ഷുകൻ എന്ന് പറഞ്ഞിട്ട്. ആ ചാക്ഷുകൻ്റെ മകനാണ് ചാക്ഷുകൻ്റെ പുത്രൻ്റെ പേരാണ് ഉൽമുഖൻ എന്ന് പറയാനായിട്ട്. ഉൽമുഖൻ്റെ പുത്രനായിട്ട് അങ്കൻ ജനിച്ചു. ഈ അങ്കൻ്റെ പുത്രനാണ് വേനൻ എന്ന് പറയുന്നത്. അതായത് ഈ അങ്കൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവ് സുനീത എന്ന് പറഞ്ഞിട്ടുള്ള യമൻ്റെ പുത്രിയെ വിവാഹം ചെയ്തു എന്നും ഇവർക്ക് രണ്ടുപേർക്കൂടെ പുത്രന്മാരൊന്നും ഉണ്ടായില്ല. പക്ഷേ സന്തോഷപൂർവ്വം രാജ്യമൊക്കെ ഭരിച്ചു പോന്നു. ഒരു വലിയ യജ്ഞം നടത്തുകയാണ്, ഒരു വലിയ യാഗം നടത്തുകയാണ്. പക്ഷേ യാഗം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഈ യാഗാഗ്നിയിൽ ഹോമിക്കുന്ന ഹവിസുകളൊന്നും ദേവന്മാർ സ്വീകരിക്കുന്നില്ല. ദേവന്മാർ സ്വീകരിച്ചാൽ മാത്രമേ ആ യാഗത്തിന് ഫലം ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ദേവന്മാരൊന്നും ഇത് സ്വീകരിക്കുന്നില്ല. അപ്പം അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന മുനിമാരോടും സന്യാസിമാരോടൊക്കെ ചോദിച്ചത് എന്താ കാരണം, ദേവന്മാർ നമ്മുടെ ഹവിസൊന്നും സ്വീകരിക്കാത്തതിന് കാരണം ഇത് മോശമായതുകൊണ്ടാണോ, എന്താണ് കാരണം എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഇവരെല്ലാം കൂടെ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും ആ മുനിമാർ പറഞ്ഞു, നമ്മൾ ഉത്തമമായിട്ടുള്ള ഹവിസൊക്കെയാണ് അർപ്പിക്കുന്നത്. പിന്നെ അങ്ങാണെങ്കിലും രാജാവാണെങ്കിലും രാജ്ഞിയാണെങ്കിലും രണ്ടുപേരും നല്ല വ്രതനിഷ്ഠയോടെയൊക്കെ നല്ല രീതിയിലാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ട് ഇപ്പോഴത്തെ ഇതുകൊണ്ടൊന്നും സ്വീകരിക്കാതിരിക്കാനുള്ള കാരണങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പം നമ്മൾ അങ്ങനെ ദോഷമൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ചിലപ്പം മുജ്ജന്മകൃതമായിട്ടുള്ള എന്തെങ്കിലും പാപങ്ങൾ അങ്ങേക്ക് നിൽക്കുന്നത് കൊണ്ടാവാൻ ചിലപ്പോൾ അതിനൊരു അവർ സ്വീകരിക്കാത്തതെന്ന് പറയുന്നു. അപ്പോൾ മുജ്ജന്മകൃതമായിട്ട് എന്ത് പാപമാണ്, അതെങ്ങനെ അറിയാൻ പറ്റും, അങ്ങനെ മുജ്ജന്മത്തിൽ പാപം ചെയ്തിട്ടുണ്ടെന്ന് എങ്ങനെയാണ് പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ മഹർഷീശ്വരന്മാർ പറഞ്ഞു, മുജ്ജന്മത്തിൽ അത്യധികം അങ്ങനെ എന്തെങ്കിലും പാപങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവർക്കാണ് പുത്രലാഭം പുത്രന്മാരുണ്ടാവാത്ത. അതുകൊണ്ടാണ് മുജ്ജന്മകൃതമായിട്ടുള്ള കർമ്മങ്ങളിലൊക്കെ ബലമായിട്ടാണ് പുത്രന്മാരുണ്ടാകാത്തത്. അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്യണം, പുത്രകാമേഷ്ടി യാഗം നടത്തുക എന്ന് പറഞ്ഞു. അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് പുത്രകാമേഷ്ടി യാഗം നടത്തി. അതിൽ നിന്ന് ആ യജ്ഞകുണ്ടത്തിൽ നിന്ന് ഒരു ചൈതന്യവത്തായിട്ടൊരു പുരുഷൻ ഒരു സ്വർണ്ണ കുംഭത്തിൽ പായസമൊക്കെ ആയിട്ട് കയറി വന്നു. ആ പായസം തൻ്റെ ഭാര്യയായിട്ടുള്ള സുനീതയ്ക്ക് കുടിക്കാൻ കൊടുത്തു. അതിനുശേഷം അങ്കൻ്റെ വീരത്തിൽ നിന്ന് സുനീതയ്ക്കൊരു പുത്രൻ ജനിച്ചു. ആ പുത്രൻ ജനിച്ച സമയത്ത് ഭൂമിയിൽ മൊത്തം അശുഭങ്ങളായിട്ടുള്ള ലക്ഷണങ്ങളാണ് കണ്ടത്. ആ കൊടുങ്കാറ്റ് വീശിയടിക്കുന്നു, സുനാമി വരുന്നു, അങ്ങനെ പ്രളയമൊക്കെ വരുന്നു. മൊത്തത്തിൽ ഭൂമിയിലെ കഷ്ടതകൾ ആണ് കണ്ടത്. എല്ലാം ദുശഗുണം. ആ പുത്രൻ ജനിച്ചതും കണ്ടത് ദുശഗുണമാണ്. അതിനുശേഷം പക്ഷേ ശാന്തമായിട്ട് ഭൂമി വീണ്ടും പൂത്തു തളർത്തു. നല്ല നല്ല ലക്ഷണങ്ങൾ വീണ്ടും കാണാം. അപ്പം മുനിമാർ ഇങ്ങനെ ആളുകൾ ചോദിച്ചു, ഇതെന്താ ഇതിൻ്റെ കാരണം? ആ പുത്രൻ ജനിച്ച സമയത്ത് ആദ്യം അശുഭകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നത്, പിന്നീട് ഇത് ശുഭമായിട്ടുള്ളതും നടക്കുന്നു, അതിൻ്റെ എന്തായാലും കാരണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ ജനിച്ച പുത്രനെ കൊണ്ട് ഈ ഭൂമിക്ക് അശുഭങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പക്ഷേ എന്നാൽ അതിന് ശേഷം വരുന്നത് ഒരു ശ്രേഷ്ഠനായിട്ടുള്ള രാജാവ് ഈ ഭൂമിയെ ഭരിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ലക്ഷണങ്ങൾ കാണിച്ചതെന്ന് പറയുന്നു. അങ്ങനെ വേനൻ എന്ന പുത്രന് പേരിടുന്നു. വേനൻ എന്ന് പേരിട്ടു. വേനൻ്റെ ഉപനയന കാര്യങ്ങളൊക്കെ നടന്നു. പഠിത്തമൊക്കെ കഴിഞ്ഞു. ഈ വേനൻ പരാക്രമിയായിരുന്നു, അധർമ്മിയായിട്ടുള്ള ഒരാളായിരുന്നു.
എല്ലാം നശിപ്പിക്കും. മുനിമാരോടും സന്യാസിമാരോടും ഒന്നും ലവലേശം കരുണയോ ബഹുമാനമോ ഒന്നുമില്ല. എല്ലാവരും ഉപദ്രവിക്കുക, മൊത്തത്തിൽ അധർമ്മം ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം വെട്ട്, കുത്ത്, കൊല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് താല്പര്യം. ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അങ്ങനെ ഈ വേനൻ്റെ ദുഷ്പ്രവൃത്തികൾ കാരണം ഈ ഭൂമിയിൽ മൊത്തത്തിൽ കഷ്ടതകളായി. ഭൂമിയിലുള്ള മനുഷ്യരൊക്കെ വീണ്ടും അധർമ്മികളായി, ധർമ്മിഷ്ഠരായവർ കൂടെ അധർമ്മികളായി തീർന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ രാജാവിന് ഭയങ്കര വിഷമായി. ഒരു നല്ലൊരു സൽപുത്രൻ ഉണ്ടാവാനായിട്ട് വേണ്ടിയിട്ട് ആ പുത്രൻ ഇല്ലാതിരുന്ന കൊതിച്ചൊരു പുത്രൻ ഉണ്ടായപ്പം ആ പുത്രൻ ഇങ്ങനെ ഒരു ദുഷ്ടനായിട്ടുള്ള പുത്രനായി തീർന്നല്ലോ എന്ന് വിചാരിച്ചു. ഇതിലും വേറെ ഒരു പുത്രൻ ഉണ്ടാവാതിരിക്കുന്നതായിരുന്നു നല്ലത് എന്ന് വിചാരിച്ചു. പുത്രൻ ഉണ്ടായില്ല എന്നുള്ളൊരു വിഷമേ ഉള്ളൂ. പക്ഷെ ഉണ്ടായിക്കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു പുത്രനാണെങ്കിലോ അപ്പോൾ അതെന്താ ചെയ്യുക? നമുക്ക് സ്വന്തം കുടുംബത്തിനും ദോഷം, നാട്ടുകാർക്കും ദോഷം. അപ്പോൾ അതിലൊരു അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നി. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് തോന്നി കുഴപ്പമില്ല, സൽപുത്രൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ ഭഗവാനെ ആശ്രയിക്കണമെന്നൊന്നും തോന്നില്ലായിരുന്നു. ഇങ്ങനെ ദുഷ്ടനായിട്ടൊരു പുത്രൻ ഉണ്ടായത് കൊണ്ട് എനിക്കിപ്പം ഭഗവാനെ ആശ്രയിക്കണമെന്നും ഭഗവാന്റെ നാമം ജപിക്കണമെന്നും ഒക്കെ തോന്നുന്നു. അതിലെനിക്ക് സുഖം കണ്ടെത്താനായിട്ട് ഇപ്പോൾ സാധിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു പുത്രൻ ഉണ്ടായതും നല്ലത് തന്നെയെന്ന് വിചാരിച്ച് അദ്ദേഹം ആ രാജ്യത്തെ ഉപേക്ഷിച്ച് എവിടേക്കോ പോയി, തീർത്ഥാടനത്തിലൊക്കെ പോയി. എന്നിട്ട് പിന്നീട് ആ രാജ്യം അനാഥമായപ്പോഴേക്കും ആ മഹർഷീശ്വരന്മാരെല്ലാവരും കൂടെ കൂടിയിട്ട് വേനനെ രാജ്യഭാരം ഏൽപ്പിച്ചു. രാജ്യം ഏൽപ്പിച്ചാലെങ്കിലും വേനൻ നന്നാകുമെന്ന് അവർ വെറുതെ തെറ്റിദ്ധരിച്ചു. പക്ഷേ ആ രാജ്യഭരണം ഏൽപ്പിച്ചപ്പോഴും വേനൻ പഴയപടി തന്നെ, മാറ്റമൊന്നുമില്ല. കുറച്ചുകൂടെ ഇത് കൂടിയെന്നേ ഉള്ളൂ. എല്ലാവരും പറഞ്ഞു, ഇനി ഒറ്റയൊരുത്തൻ ഇവിടെ നാരായണൻ്റെ ശിവൻ്റെ ഒന്നും നാമം ജപിച്ചു പോയേക്കരുത്, ഇനിയും ആ വേനായ നമഃ എന്നൊക്കെ പറഞ്ഞിട്ട് ജപിച്ചോളാൻ എന്ന് പറഞ്ഞു. ഞാനാണ് ഈ രാജ്യത്തിൻ്റെ രാജാവ്, ഈ രാജസിംഹാസനത്തിൽ ഇരിക്കുന്ന എനിക്കാണ് അധികാരമുള്ളത്. അപ്പോൾ ആ അധികാരമുള്ള എന്നെയാണ് നിങ്ങളൊക്കെ സ്തുതിക്കേണ്ടത്, അല്ലാതെ വിഷ്ണുവിനെയും ശിവനെയും ഒന്നും സ്തുതിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാജ്യത്ത് യജ്ഞങ്ങളും യാഗങ്ങളും ഒന്നും നടക്കാതായി, ദേവന്മാർക്കൊന്നും ഹവിസ് കിട്ടാതായി. അങ്ങനെ വന്നപ്പോഴത്തേക്കും രാജ്യത്ത് അധർമ്മം പെരുത്തു. അങ്ങനെ ഇപ്പം മഹർഷീശ്വരന്മാരൊക്കെ തീരുമാനിച്ചു, ഇത് നടക്കില്ല, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, മൊത്തത്തിൽ എല്ലാം മുച്ചൂടും മുടിയും എന്നുള്ളത് കൊണ്ട് നമുക്ക് രാജാവിനെ കണ്ടൊന്ന് സംസാരിക്കാം, ഒരു സമവായത്തിന് ശ്രമിക്കാമെന്ന് പറഞ്ഞ് സംസാരിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴോ അവരെ എല്ലാം കൂടെ ചീത്ത വിളിക്കാൻ തുടങ്ങി വേനൻ. ഈ മഹർഷിമാരല്ല, നിങ്ങളൊക്കെ ഇങ്ങനെ വേഷം കെട്ട് നടന്നു, ചുമ്മാ രുദ്രാക്ഷവും ഇട്ട് കുറിയും തൊട്ട് ഇങ്ങനെ നടന്നോളുക, ഭഗവാന്റെ നാമം ജപിക്കാന്ന് പറഞ്ഞു, ഒറ്റ എടുത്തിനോട് ജപിച്ചേക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്നിട്ട് ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ട് നടന്നേക്കാം, എൻ്റെ നാമം മാത്രമേ ജപിക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരെ എന്തൊക്കെയോ ചീത്ത വിളിച്ചപ്പോഴത്തേക്ക് മഹർഷീശ്വരന്മാരെല്ലാവരും കൂടിയിട്ട് ഹും എന്ന് വെച്ചു. ആ ഹുങ്കാര ശബ്ദത്തിൽ ആ വേനൻ നിഷ്പ്രഭനായിട്ട് ആ ശരീരത്തിൽ നിന്ന് ജീവൻ എങ്ങോട്ടോ ഓടിപ്പോയി. ആ ചേതനയേറ്റ ശരീരമായിട്ട് അത് അവിടെ താഴെ വീണ് കിടന്നു, വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടന്നു എന്ന് പറയാം. അങ്ങനെ താഴെ വീണു, അദ്ദേഹത്തിൻ്റെ ജീവൻ പോയി. അപ്പോൾ ആ സുനീത, ആ അമ്മ മകൻ്റെ വേനൻ്റെ ശരീരം എടുത്ത് ഒരു തോണിയിലൊക്കെ ഇട്ടിട്ട് ഔഷധ എണ്ണയൊക്കെ കൊണ്ട് ആ തോണിയിൽ ഒഴിച്ചിട്ട് ആ ശരീരം ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു വെച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഈ മഹർഷിമാരൊക്കെ കൂടെ ചേർന്നിട്ട് തീരുമാനിച്ചു, പുതിയൊരു രാജാവ് വേണം, രാജ്യം അനാഥമായാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വേനൻ്റെ തൊട കടഞ്ഞപ്പോഴത്തേക്കും അതിൽ നിന്ന് ചെറിയ ഒരു കുള്ളനായിട്ടുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിട്ടുള്ള മനുഷ്യനോട് അവിടെ ഇരിക്കാൻ എന്നുള്ള ഭാവത്തിൽ നിഷീത എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നീട് അവരുടെ വംശത്തിൻ്റെ പേര് നിഷാദന്മാരായി എന്നായിരുന്നു പേര്. കുള്ളന്മാരായിട്ടുള്ള കറുത്ത രൂപത്തിലുള്ള അവർ നിഷാദന്മാരെന്ന് പിന്നീട് അറിയപ്പെട്ടു എന്ന് പറയുന്നു. അതിനുശേഷം വേനൻ്റെ കൈകൾ കടഞ്ഞപ്പോഴത്തേക്കും രണ്ട് യുവബധിരങ്ങളായിട്ടുള്ള ഒരു യുവാവും യുവതിയും കൂടെ ഒന്നിച്ച് പ്രത്യക്ഷമായി. ആ യുവാവും യുവതിയും കൂടെ ഉണ്ടായി വന്നു. അവർ നല്ല ഈശ്വര ചൈതന്യമുള്ളവരായിരുന്നു. വിഷ്ണു തേജസ്സോട് കൂടിയിട്ടുള്ള വിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള പൃഥുവും ലക്ഷ്മി ദേവിയുടെ തന്നെ അവതാരമായിട്ടുള്ള അർച്ചിസ് എന്ന് പറഞ്ഞിട്ടുള്ള യുവതിയാണ് ഉണ്ടായത്. ഇവർ രണ്ടുപേരും ഉണ്ടായപ്പോൾ തന്നെ വളർന്നു വലുതായി യൗവനയുക്തരായി എന്ന് പറയുന്നു. അപ്പോൾ ഇവരെ രണ്ടുപേരെ വിവാഹമൊക്കെ കഴിപ്പിച്ച് പിന്നീട് അവരെയാണ് രാജ്യഭാരം ഏൽപ്പിക്കുന്നത്. ആ പൃഥുവിനെ ആ രാജ്യത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചു.
പൃഥുവിൻ്റെ ജനനത്തോട് കൂടിയിട്ട് ആ ഭൂമി വീണ്ടും പഴയ പോലെയായി. പക്ഷേ എന്നാലും എന്താ ആ വേനൻ്റെ അഹങ്കാര ദുർഭരണം കൊണ്ട് രാജ്യത്തെല്ലാം കഷ്ടനഷ്ടങ്ങളായിരുന്നല്ലോ. ആ ഭൂമിദേവി സ്വന്തം ഉള്ളിലേക്ക് ആ ഭൂമിയിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും പിൻവലിച്ചു. ഭൂമിയിലുണ്ടായിരുന്നതെല്ലാം പിൻവലിച്ചു. അപ്പം രാജ്യത്ത് ഭയങ്കര ഭക്ഷണക്ഷാമവും ജലക്ഷാമവും ഒക്കെ ആയിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും പൃഥു ഭൂമിദേവിയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് പട്ടിണിയാണ്, അപ്പോൾ പ്രജകൾക്കുള്ള ഭക്ഷണങ്ങളും ഇതൊക്കെ വേണം, ഇവിടെ യാഗങ്ങളൊക്കെ മുടങ്ങി കിടക്കുകയാണ്, അപ്പോൾ അതിനായിട്ട് എല്ലാ സാധനങ്ങളും തിരിച്ചു തരണം അമ്മേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. എവിടെ ഭൂമിദേവി കേട്ടൊന്നുമില്ല. അപ്പോൾ പൃഥു എന്ത് ചെയ്തു? ദേഷ്യം വന്നിട്ട് മരത്തിലൊക്കെ പറഞ്ഞു നോക്കി, മര്യാദയ്ക്ക് ആദ്യമൊക്കെ പറഞ്ഞു നോക്കി, എന്നിട്ട് അത് കേൾക്കുന്നുണ്ടോ? ഇല്ല. അപ്പം ദേഷ്യപ്പെട്ടുകൊണ്ട് അമ്പും വില്ലും ഒക്കെ എടുത്തുകൊണ്ട് ഭൂമിദേവി അയ്യാനായിട്ട് ഇങ്ങനെ പുറപ്പെട്ടു. അമ്പൊക്കെ വിട്ടു കേട്ടോ. എന്നിട്ട് അന്നേരം ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപത്തിൽ ഓടിയെന്ന് പറയുന്നു. ഓടിയിട്ട് പിന്നെ അവസാനം രക്ഷയില്ലെന്ന് കണ്ട് പൃഥുവിനെ തന്നെ ശരണം പ്രാപിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഭഗവാനെ അങ്ങ് വിഷ്ണുവിൻ്റെ അവതാരമാണ്, അങ്ങേപ്പോലെ ഒരാൾ ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു, എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല, ആരാണ് എന്താണ് ഭൂമിദേവിയാണെന്നും എൻ്റെ അടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഭൂമിദേവി ആയാലും കൊള്ളാം, ഏത് ദേവി ആയാലും കൊള്ളാം. എൻ്റെ രാജ്യത്ത് ജനങ്ങൾ ഭക്ഷണം കിട്ടാതെ വലയുകയാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടാനുള്ള കാര്യം നോക്കേണ്ട രാജാവായിട്ടുള്ള എൻ്റെ ധർമ്മമാണ്. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഭൂമിദേവിയെ പ്രാർത്ഥിച്ചത്. എന്നിട്ട് അത് കേട്ടോ? ഇല്ല, കേൾക്കാതെ ഇങ്ങനെ ഇരിക്കുകയല്ലായിരുന്നോ? എല്ലാം കൂടെ കെട്ടിപ്പൂട്ടി വെച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് അത് തരാഞ്ഞത് എന്നൊക്കെ ചോദിച്ച് പൃഥു ദേഷ്യപ്പെടുന്നപ്പോൾ പറഞ്ഞു, ആ വേനൻ്റെ ദുർഭരണം കൊണ്ട് എൻ്റെ ഉള്ളിലുണ്ടായിട്ടുള്ള ആ ഭൂമിയിൽ ഉണ്ടായിരുന്ന ആ ഭക്ഷ്യവസ്തുക്കളും ധാതുക്കളും എല്ലാം എന്നിൽ ഉറഞ്ഞു കൂടിയിരിക്കുകയാണ്. അതെല്ലാം പിൻവലിഞ്ഞ് ഉറഞ്ഞു കൂടിയിരിക്കുകയാണ്. ആ ധർമ്മം പുനഃസ്ഥാപിക്കുമ്പോൾ മാത്രമേ അതെല്ലാം പുറത്തു വരാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ധർമ്മം പുനഃസ്ഥാപിച്ച് കഴിഞ്ഞപ്പോഴും ഇതെല്ലാം എൻ്റെ ഉള്ളിൽ ഉറഞ്ഞു കൂടിപ്പോയത് കൊണ്ട് അതിനൊന്നും വേർതിരിച്ചെടുത്ത് പുനഃസ്ഥാപിക്കാൻ എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ, അല്ലാതെ കുറച്ച് സമയം എടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാത്തിനെയും ഒന്ന് തരം തിരിച്ചൊക്കെ എടുത്ത് കൊണ്ടുവരണ്ടേ, ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഉറഞ്ഞു കൂടിയിരിക്കുകയാണ്, അതുകൊണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ശരി, സമ്മതിച്ചു. എന്നിട്ട് ഭൂമിദേവി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു പശുവായിട്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ, അപ്പോൾ ഓരോ ആൾക്കാരെ വിളിച്ചിട്ട്, ഓരോ ഗോത്രത്തിൻ്റെയും തലവന്മാരെ വിളിച്ചിട്ട് അവരോട് വന്നിട്ട് ഒരു പശുക്കിടാവിൻ്റെ രൂപത്തിൽ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് അവർക്ക് ആവശ്യമുള്ളതൊക്കെ കടഞ്ഞെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഭൂമിദേവി പറഞ്ഞു. അങ്ങനെ പൃഥു ആ സ്വയംഭുവനുവിനെ പശുക്കിടാവായിട്ട് നിർത്തിക്കൊണ്ട് ഔഷധികളൊക്കെ കടഞ്ഞെടുത്തു എന്ന് പറയുന്നു. പിന്നെ ഗന്ധർവന്മാർ വന്ന് അവർക്ക് വേണ്ടത് കടഞ്ഞെടുത്തു. പിന്നെ അസുരന്മാർ വന്നിട്ട് അവർക്ക് മദ്യമാണല്ലോ ആവശ്യം, മദ്യം അവർ കടഞ്ഞെടുത്തു. ഇന്ദ്രൻ വന്ന് അവർക്ക് വേണ്ടത് കടഞ്ഞെടുത്തു, അമൃതം കടഞ്ഞെടുത്തു. അങ്ങനെ ഓരോരുത്തരും അവർക്ക് വേണ്ടതായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ, അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കടഞ്ഞെടുത്ത് അങ്ങനെ വീണ്ടും ആ ഭൂമി പഴയപടിയായി. അങ്ങനെ ആ ഭൂമിയെ വീണ്ടും അതിൻ്റെ യഥാസ്ഥിതിയിൽ, അതിൻ്റെ പൂർണ്ണ പ്രഭാവത്തിൽ ആ ധർമ്മത്തെ പുനഃസ്ഥാപിച്ചുകൊണ്ട് ഭൂമിയെ വീണ്ടും സുന്ദരാക്കി തീർത്തത് കൊണ്ട് പൃഥു അങ്ങനെ പരിപാലിച്ചുകൊണ്ട് ആ ഭൂമിക്ക് പൃഥ്വി എന്നുള്ള നാമം വന്നു എന്നൊക്കെയാണ് ആ കഥ. വളരെ ചെറിയൊരു കഥയാണ്. ഇത് പറയാനാണ് വിശദമായിട്ട് ഒരുപാട് പറയാനുണ്ട്, അതിൽ ഒരുപാട് വിശദമായിട്ട് ഇങ്ങനെ പറയേണ്ടി വരും. അപ്പോൾ ആ കഥയൊന്ന് പറയണമെന്ന് തോന്നി. ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മളെ ഭാഗവതം രാവിലെ വായിക്കുന്നില്ല, അപ്പോൾ ഞാൻ പറഞ്ഞു, ആ വേനൻ്റെ കഥയൊന്നും എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലല്ലോ, വേനൻ്റെയും പൃഥുവിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട കഥകൾ മാത്രമല്ലേ ഭാഗവതത്തിൽ എല്ലാവർക്കും അറിയുള്ളൂ. ആ കൃഷ്ണൻ്റെ കഥകളും ആ ബാലലീലകളും ഒക്കെ എല്ലാം അറിയുള്ളൂ. പിന്നെ അവതാരങ്ങളുടെയൊക്കെ നരസിംഹാവതാരം, വരാഹാവതാരം, അങ്ങനെയുള്ള അവതാരങ്ങളെക്കുറിച്ചുള്ള ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചെറിയ കഥകൾ എല്ലാവർക്കും അറിയില്ല. അതുകൊണ്ട് പറയാമെന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ കഥയെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അടുക്കൽ ഭക്തി ഉണ്ടാവട്ടെ, ഭഗവാന്റെ നാമം എന്നും ജപിക്കാൻ സാധിക്കട്ടെ. ഹരേ കൃഷ്ണ. വീണ്ടും പുതിയൊരു കഥയായിട്ട് അടുത്ത വീഡിയോയിൽ വരാം.